തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻ സുരാജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോറിന്റെ ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറുമായ ദളപതി വിജയ് നേരിട്ടെത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ബീഹാറിലെ ബെങ്കിപ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ നേരിട്ട് ജനവിധി തേടുന്നുണ്ട്. അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയ് പട്ന സന്ദർശിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം തനിച്ചു മത്സരിച്ച് ചരിത്ര വിജയം നേടിയതിന് പിന്നിൽ പ്രശാന്ത് കിഷോറിന്റെ ഉപദേശങ്ങളും തന്ത്രങ്ങളും വലിയ പങ്കു വഹിച്ചിരുന്നു. 2025 TVKയുടെ വാർഷിക പരിപാടിയിൽ പ്രശാന്ത് കിഷോർ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മുൻപ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച പ്രശാന്ത് കിഷോറിനുള്ള പ്രത്യുപകാരമായാണ് വിജയുടെ ഈ ബീഹാർ സന്ദർശനത്തെ രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയുടെ തമിഴ്നാടിന് പുറത്തുള്ള ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ നീക്കമായിരിക്കും ഇത്. ബീഹാർ രാഷ്ട്രീയത്തിലും ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം തനിച്ചു മത്സരിച്ച് ചരിത്ര വിജയം നേടിയതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ പ്രശാന്ത് കിഷോർ ആയിരുന്നു. വിജയ് തനിച്ചു മത്സരിച്ചാൽ തമിഴ്നാട് പിടിച്ചെടുക്കുമെന്ന് ഒരു വർഷം മുൻപ് തന്നെ പ്രശാന്ത് കിഷോർ പരസ്യമായി പ്രവചിച്ചിരുന്നു. ഈ പ്രവചനം സത്യമായതോടെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലുള്ള തന്റെ ഔദ്യോഗിക വിരമിക്കലിന് ശേഷം പ്രശാന്ത് കിഷോർ തമിഴ്നാട്ടിൽ സജീവമായി പിന്തുണച്ച ഒരേയൊരു നേതാവ് വിജയ് മാത്രമാണ്. മുൻപ് അണിയറയിൽ മാത്രം നിന്നിരുന്ന പ്രശാന്ത് കിഷോർ തന്റെ ജീവിതത്തിൽ ആദ്യമായ ഒരു സ്ഥാനാർത്ഥിയായി നേരിട്ട് ജനവിധി തേടുകയാണ്. ബീഹാറിലെ BJPയുടെ ശക്തമായ കോട്ടയായ ബാങ്കിപ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ജൂലൈ 30-നാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെയുള്ള ഒരു ജനഹിത പരിശോധനയായിട്ടാണ് PK ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിലെ തന്റെ വിജയത്തിന് സഹായിച്ച പ്രശാന്ത് കിഷോറിന് പ്രത്യുപകാരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ വിജയ് ബീഹാറിലേക്ക് എത്തുന്നത്. തമിഴ്നാടിന് പുറത്ത് ആദ്യമായാണ് വിജയ് ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജൻ സുരാജ് കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ PKയുടെ ഈ വ്യക്തിഗത പോരാട്ടത്തിൽ വിജയെപ്പോലൊരു ജനപ്രിയ താരം കൂടെയെത്തുന്നത് ജൻ സുരാജ് പാർട്ടിക്ക് വലിയ ഊർജ്ജം നൽകും. 2026 ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. 2026 ഓഗസ്റ്റ് 3-നാണ് ഫലപ്രഖ്യാപനം. ജൂലൈ 13-ന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുമാണ്. ബീഹാറിലെ പട്നയുടെ ഹൃദയഭാഗത്തുള്ള ഈ VIP മണ്ഡലം നിലവിൽ BJPയുടെ ഏറ്റവും ശക്തമായ കോട്ടയാണ്. ഇവിടെ നിന്ന് തുടർച്ചയായ 5 തവണ വിജയിച്ച BJP നേതാവ് നിതിൻ നവീൻ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് MLA സ്ഥാനം രാജിവെച്ച ഒഴിവിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരത്തിനാണ് വഴിയൊരുക്കുന്നത്. പ്രശാന്ത് കിഷോർ കരിയറിലെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ജനസുരാജ് പാർട്ടിക്ക് വേണ്ടി നേരിട്ടിറങ്ങുകയാണ്. തങ്ങളുടെ കോട്ട നിലനിർത്താൻ യുവമോർച്ച മുൻ വൈസ് പ്രസിഡന്റായ അഭിഷേക് കുമാറിനെ BJP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയായ RJD രേഖാ ഗുപ്തയെ രംഗത്തിറക്കിയതോടെ പ്രതിപക്ഷ സഖ്യത്തിൽ ഭിന്നതയുണ്ടായി. 1990-കൾ മുതൽ BJP മാത്രം നയിക്കുന്ന മണ്ഡലമാണിത്. ബീഹാറിലെ ഇപ്പോഴത്തെ സാമ്രാജ് ചൌധരി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു ജനഹിത പരിശോധനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻ സുരാജ് പാർട്ടിക്ക് വലിയ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ബീഹാറിലെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രശാന്ത് കിഷോർ നടത്തിയ 3000 കിലോമീറ്ററിലധികം നീണ്ട പദയാത്രയ്ക്ക് ശേഷമാണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത്. ബീഹാറിൽ ആഴത്തിൽ വേരൂന്നിയ ജാതി മത സമവാക്യങ്ങൾക്ക് മുകളിലായി വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വികസനം എന്നിവ ചർച്ചയാക്കാൻ പാർട്ടി ശ്രമിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അവകാശവാദങ്ങളോടെയാണ് ജൻ സുരാജ് പാർട്ടി 238-ലധികം സീറ്റുകളിൽ മത്സരിച്ചത്. എന്നാൽ ബീഹാറിലെ കടുത്ത ജാതി രാഷ്ട്രീയത്തിന് മുന്നിൽ പാർട്ടിയുടെ തന്ത്രങ്ങൾ പാളി. ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന പ്രശാന്ത് കിഷോർ പാർട്ടിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഇപ്പോൾ നടക്കുന്ന ബാങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട് സ്ഥാനാർത്ഥിയായി ഇറങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.